നമസ്കാരം. ഒട്ടേറെ പെരുമകളുടെ തിടമ്പേറ്റുന്ന കൊമ്പനാണ് നമ്മുടെ തൃശ്ശൂർ. വലിയ മേജർ സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്താം. ചില കൊച്ചു കൊച്ചു അടയാളങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് വൈദ്യുതി നേരിട്ട് വിതരണം ചെയ്യുന്ന ഏക തദ്ദേശ സ്ഥാപനമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. എന്നാൽ ആ പേര് മായ്ച്ചു കളയാൻ അണിയറയിൽ ആലോചനാമേളം മുറുകുന്നുണ്ടെന്ന് ന്യായമായും സംശയിക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ചില ഉന്നതരാണ് കൊട്ടും പാട്ടും തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ പക്കമേളക്കാർ പലരുമുണ്ട്. പകുതിയിലേറെ ജീവനക്കാരെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി വൈദ്യുതി വിഭാഗത്തിന് മംഗളം പാടി അവസാനിപ്പിക്കാനുള്ള ഗാനത്തിന് ശ്രുതി മീട്ടിക്കഴിഞ്ഞു. 52 ലൈൻമാൻമാരെ ഒറ്റയടിക്ക് 5 പേരിലേക്ക് ചുരുക്കി. 50 വർക്കർമാരെ 18ലേക്ക് ഒതുക്കി. 5 ഡ്രൈവർമാർ വേണ്ടിടത്ത് ഇനിയുള്ളത് ഒരാൾ മാത്രം. എല്ലാ വിഭാഗങ്ങളിലുമായി 126 ജീവനക്കാരെ കുറച്ചതിൻ്റെ ഉദ്ദേശം അറിയാൻ പാഴൂർ പടിപ്പര വരെ ഒന്നും പോകേണ്ട കാര്യമില്ലല്ലോ. 14 ഡിവിഷനുകളിലായി 42,000 കണക്ഷനുകളാണ് കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിനുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട വൈദ്യുതി വിഭാഗത്തിൻ്റെ പ്രവർത്തനം ഇതോടെ താളം തെറ്റുമെന്നുറപ്പാണ്. സ്വാഭാവികമായും ജനരോഷമുയരും. ഇതിനിടയിൽ ഒരു മന്ദമാരുതനെ പോലെ ചില അജണ്ടകൾ വീശിയെത്തിയേക്കാം. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തെ ഊരാളുങ്കലിന് കൈമാറാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. ജീവനക്കാരെ വെട്ടിക്കുറച്ച് വൈദ്യുതി വിഭാഗത്തെ തകർത്ത് വൈദ്യുതി വിഭാഗം ഇല്ലാതാക്കി അതിൽ നിന്നും ആ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢ നീക്കമാണ് CPM-ഉം LDF നേതൃത്വവും ഇവിടെ നടത്തുന്നത്. തദ്ദേശ വകുപ്പിന്റെ കടുംവെട്ടിൽ ജീവനക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ശമ്പള പരിഷ്കരണമെന്ന ആവശ്യത്തെ ചവറ്റുകുട്ടയിലിട്ടാണ് ഇപ്പോഴത്തെ നടപടി എന്നത് അവരുടെ പ്രതിഷേധത്തിന്റെ കനം വർദ്ധിപ്പിക്കുന്നു. സമരത്തിനിറങ്ങുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പണിമുടക്ക് ഗംഭീരമായി നടന്നു. ഷോക്ക് ജനത്തിനായിരുന്നു എന്ന് മാത്രം. കോർപ്പറേഷൻ ഓഫീസ്, സിറ്റി പോലീസ് കമ്മീഷണറുടെയും DIGയുടെയും ഓഫീസുകൾ, ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, സ്വരാജ് റൗണ്ടിലെ മറ്റ് ഓഫീസുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി നിലച്ചു. ഇതോടെ ഭരണക്കാർ ഉണരുന്നു. മേയർ ഫോൺ എടുക്കുന്നു. പിന്നെ തലസ്ഥാനത്തേക്ക് ചറപറാവിളികൾ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകൾ മുതൽ AKG സെൻറ്ററിലേക്ക് വരെ കോളുകളെത്തി. ഒരു റിപ്പോർട്ടില്ല, ചർച്ചയില്ല. എന്നിട്ടും ഏകപക്ഷീയമായി ജീവനക്കാരെ വെട്ടിക്കുറച്ചത് അംഗീകരിക്കാനാകില്ലെന്നാണ് മേയർ പറയുന്നത്. ഈ സംഭവം ഒരു വിട്ടുവീഴ്ചയില്ല, ഇത് ഫ്രീസ് ചെയ്യണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിനുള്ള നടപടി, കാരണം ഒരാഴ്ച സമയം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അതുവരെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ശ്രമിക്കണം. കാരണം ജനങ്ങൾ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം കളയാതെ നോക്കേണ്ട ഉത്തരവാദിത്തം TCDയോടാണ്. TCDക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുള്ള ആളാണ്. എന്തായാലും പരിഹാരമുണ്ടാക്കാമെന്ന മേയറുടെ ഉറപ്പിൽ തൽക്കാലം ജീവനക്കാർ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്ന് പരിഹാരമെന്ന് മേയർ പറഞ്ഞിട്ടില്ല. അതിനാൽ ജീവനക്കാർ കൊടി മടക്കിയിട്ടുമില്ല. ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായില്ലെന്നുണ്ടെങ്കിൽ സമരരംഗത്തേക്ക് കിടക്കുക എന്നുള്ളത് വ്യക്തമായ സൂചന മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും സമരപ്രവാഹം പ്രതീക്ഷിക്കാം. നഗരം ഇരുട്ടിലാകാം. അതുകൊണ്ട് നഗരവാസികൾ ജാഗ്രതയിൽ.